വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സെക്കൻഡ് ട്രിമസ്റ്ററിൻ്റെ ലക്ഷണങ്ങൾ കാണാം. ഫസ്റ്റ് ട്രിമസ്റ്ററിൽ ഉണ്ടായിരുന്ന ലക്ഷണങ്ങളിലെ ഛർദി, മൂത്രമൊഴിക്കാനുള്ള ഫ്രീക്വൻസിയൊക്കെ ഈ സമയത്ത് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫീലിംഗ് ബെറ്റർ ആയിരിക്കും അവർക്ക്, കുറച്ചുകൂടെ ഉറങ്ങാനൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ ലോ ബാക്ക് പെയിനും അബ്ഡോമൻ ചെറിയ പെയിൻസൊക്കെ ഈ ഒരു ടൈമിലും കാണപ്പെടാറുണ്ട്. എന്നാലും പ്രീവിയസ് മന്തുകളേക്കാൾ ഒക്കെ നല്ലൊരു ഫീലിംഗ് ബെറ്റർ ആയിരിക്കും. യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഈ ഒരു ടൈമിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം കുടിക്കണം. പിന്നെ വന്നിട്ടുള്ളവർ എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ വയറിൻ്റെ സൈസ് ഈ ടൈമിൽ കൂടി വരും. ഒരു 20ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പം ഒരു പുക്കിളിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ലൈൻ, ഡാർക്ക് കളറിലൊരു ലൈൻ കാണാൻ പറ്റും. ബ്രസ്റ്റ് സൈസൊക്കെ കൂടുന്നുണ്ട്. ടെൻഡർനെസ് പക്ഷേ അപ്രത്യക്ഷമാവുന്നുണ്ട് ഈ ഒരു സമയം. അതായത് വേദന, ബ്രസ്റ്റിലുണ്ടാകുന്നൊരു വേദനയൊക്കെ മാറും. പിന്നെ ക്വിക്കനിങ് എഫക്റ്റ്, അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ട്രിമസ്റ്ററിലെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ക്വിക്കനിങ് എഫക്റ്റ്, ജീവൻ്റെ തുടിപ്പ് അമ്മയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഏകദേശം 18ാമത്തെ ആഴ്ചയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലും പേർക്ക് കണ്ടുവരുന്നത്. പിന്നെ ഹാർട്ട് ബീറ്റൊക്കെ 110, 160 BPM കാണപ്പെടാറുണ്ട്. യൂറിൻ ഫോം ആവുന്നു, കുഞ്ഞിന് യൂറിൻ ഫോം ആവുന്നുണ്ട്. ഈ ഒരു 14 വീക്കിലൊക്കെ ആകുമ്പോഴത്തേക്ക് സെക്സ് കംപ്ലീറ്റ് ആയിട്ട് ഫോമായിട്ട് നമുക്കത് റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ലങ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ അനോമലി സ്കാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്, പ്ലാസൻ്റൽ പൊസിഷനും അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയൊക്കെ അറിയാനും. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, തമ്പ് സക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് കുഞ്ഞ് 21ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ. ലെങ്ത്ത് കുഞ്ഞിനൊരു 35 സെൻറ്റിമീറ്റർ വരെയൊക്കെ ആകാറുണ്ട് നോർമലി. പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് മാത്രമല്ല, നമ്മൾ ആ ഒരു ടൈമിങ്ങിൽ കുഞ്ഞിൻ്റെ പൊസിഷൻ നമുക്ക് ഈ ഒരു ടൈമിൽ അറിയാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫൈനൽ ട്രിമസ്റ്റർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.